നമസ്കാരം. കോവിഡ് ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സംസ്ഥാനത്ത് 720 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 528 പേരും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ജൂലൈ 7 മുതൽ കേരളത്തിൻ്റെ കോവിഡ് ഗ്രാഫ് കുത്തനെ മുകളിലേക്കു തന്നെയായിരുന്നു. ഈ ഞായറാഴ്ച രോഗികളുടെ എണ്ണം 800 കടന്നിരുന്നു. എന്നാൽ ഇന്നലെയും ഇന്നും എണ്ണം തൽക്കാലം മേലേക്ക് പോയിട്ടില്ല. ഓരോ ദിവസവും ആശങ്കയേറുന്ന ഈ കാലത്ത് രോഗികളുടെ എണ്ണം കൂടുന്നില്ല എന്നത് തന്നെ വലിയ ആശ്വാസത്തിൻ്റെ ഘടകം തന്നെയാണ്. എന്നാൽ സമ്പർക്ക രോഗികളുടെ എണ്ണം വല്ലാതെ കൂടുന്നു എന്നുള്ളതും നമ്മുടെ ജാഗ്രത ഇത് പോരാ എന്നതുകൂടിയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആദ്യം തിരുവനന്തപുരം ജില്ലയിലേക്ക്. തിരുവനന്തപുരത്ത് ആകെ 2201 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 151 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായി വന്നത്. തിരുവനന്തപുരത്ത് ആകെ നിരീക്ഷണത്തിലുള്ളത് 13,692 പേരാണ്. ആശുപത്രികളിൽ 2218 പേരുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും SS ശരണാണ് നമുക്ക് ഒപ്പം ചേരുന്നത്. ശരൺ, ഇന്ന് തിരുവനന്തപുരത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ചില പ്രത്യേക പ്രദേശങ്ങളാണ് സമ്പർക്ക രോഗബാധ കൂടുതലായി വരുന്നത്. എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, തിരുവനന്തപുരത്ത് കോവിഡുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ അതിസങ്കീർണമായി തുടരുന്ന സാഹചര്യമാണുള്ളത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ജില്ലയിൽ ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാസം 15-ാം തീയതിയാണ് പുല്ലുവിള സ്വദേശിയായ വിക്ടോറിയ മരണമടഞ്ഞത്. 72 വയസ്സായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ ഫലം പോസിറ്റീവ് ആവുകയും ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തിരുവനന്തപുരത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 10 ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് മാത്രം 151 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്നുള്ളത് നേരിയ ആശ്വാസം നൽകുന്നതാണ്. എങ്കിൽ പോലും സമ്പർക്ക രോഗികളുടെ എണ്ണം വലിയ തോതിൽ ഉയരുന്നത് ആശങ്കപ്പെടുത്തുന്ന ഘടകം തന്നെയാണ്. ഇന്ന് സ്ഥിരീകരിച്ച 151 പേരിൽ 144 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 6 പേർക്ക് എവിടെ നിന്നാണ് രോഗം പകർന്നതെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഘടകം നിലനിൽക്കുന്നത് ആരോഗ്യ പ്രവർത്തകരെ കേന്ദ്രീകരിച്ചാണ്. ഇന്ന് മാത്രം 3 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി 10 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുതിയതായി 3 ആരോഗ്യ പ്രവർത്തകർ കൂടി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള സ്ഥിതിവിശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള ആശങ്കകളും തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരദേശ മേഖല കേന്ദ്രീകരിച്ചുള്ള ആശങ്കകളും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ന് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പുല്ലുവിള, ഒപ്പം തന്നെ പൂന്തുറ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ്. നേരത്തെ ഈ പുല്ലുവിളയിലും പൂന്തുറയിലും സമൂഹ വ്യാപനം സ്ഥിരീകരിക്കുകയും തുടർന്ന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ നിയന്ത്രണങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് മറുവശത്ത് കോവിഡ് രോഗികളുടെ സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി ശരൺ. നമുക്കൊരു കൊല്ലം ജില്ലയിലേക്ക് കടക്കാം. കൊല്ലത്ത് ആകെ 555 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് 85 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ 8198 പേരാണ് ഇതുവരെ രോഗികളായിട്ടുണ്ടായിരുന്നത്. അതിൽ നിരീക്ഷണത്തിൽ 198 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ 588 പേരും വീടുകളിൽ 7610 പേരുമാണ് ഉള്ളത്. കൊല്ലത്ത് നിന്ന് VV വിനോദാണ് ചേരുന്നത്. വിനോദ്, കൊല്ലത്ത് സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കരുനാഗപ്പള്ളിയിൽ ഒരു സ്ത്രീ മരിച്ചിരുന്നു. അവരും പ്രാഥമികമായ ഒരു പരിശോധനയിൽ അവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഇന്ന് 85 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 78 പേർക്കും സമ്പർക്കം വഴിയാണ്. 3 പേർക്കാകട്ടെ എവിടെ നിന്ന് രോഗം കിട്ടി എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല. ഇത്തരത്തിൽ ഉറവിടമില്ലാത്ത രോഗികളുടെ എണ്ണവും ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സമ്പർക്കത്തിലെ രോഗികളുടെ എണ്ണം ഗണ്യമായി ഉയർന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും 50-ന് മുകളിൽ കേസുകൾ പോകുന്ന നിലയാണ്. ഇന്നിപ്പോൾ ഈ തരത്തിൽ 80-ന് മുകളിലേക്ക് ഈ സംഖ്യ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന നിലയുണ്ട്. ഇന്ന് 2 കണ്ടക്ടർമാർക്കാണ് ഈ തരത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. ചടയമംഗലം ഡിപ്പോയും പുന്നൂർ ഡിപ്പോയും ഇതേ തുടർന്ന് പൂർണ്ണമായും അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൂടി ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ജില്ലയിൽ രോഗം സ്ഥിരീകരിക്കുന്ന 2ാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. 15 പോലീസുകാരും 8 റവന്യൂ ഉദ്യോഗസ്ഥരും ഇതേ തുടർന്ന് നിരീക്ഷണത്തിലേക്ക് പോയിട്ടുണ്ട്. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ മരണം, ഇന്ന് 55 വയസ്സുകാരി മരിച്ചു. ട്രൂനാറ്റ് പരിശോധനയിൽ ഇത് പോസിറ്റീവാണെന്ന് കാണിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രം ഈ മരണകാരണം കൂടുതൽ വ്യക്തമാകും. നന്ദി വിനോദ്. നമുക്കൊരു അടുത്ത ജില്ലയിലേക്ക് കടക്കാം. എറണാകുളം ജില്ലയാണ്. എറണാകുളത്ത് ആകെ 909 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് 80 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്.
നിരീക്ഷണത്തിൽ ആകെയുള്ളത് 13,808 പേരാണ്. ഇതിൽ 827 പേർ ആശുപത്രിയിലാണുള്ളത്. എറണാകുളത്തു നിന്നുള്ള വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, എറണാകുളം ജില്ലയിലെ സമ്പർക്ക രോഗികളുടെ എണ്ണം എല്ലാ ദിവസവും കൂടുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ജില്ലയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എറണാകുളം ജില്ലയിൽ ഇന്ന് 80 പോസിറ്റീവ് കേസുകളാണ് ഉണ്ടായത്. ഇതിൽ 5 ഒഴിച്ച് ബാക്കി 75 കേസുകളും സമ്പർക്ക കേസുകളായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇതിൽ തെല്ലൊരു ആശ്വാസമുള്ളത് ഈ കേസുകൾ അത്രയും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ സമ്പർക്ക കേസുകൾ ചെല്ലാനം ക്ലസ്റ്റർ കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നതാണ്. ചെല്ലാനത്ത് നിന്ന് 4 പോസിറ്റീവ് കേസുകൾ മാത്രമാണ് ഉണ്ടായത്. അതേസമയം തന്നെ കീഴ്മാട്, ആലുവ അടുത്തുള്ള കീഴ്മാടും ക്ലസ്റ്ററും അതോടൊപ്പം തന്നെ ആലുവ ക്ലസ്റ്ററിലും 10-ലധികം കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ കീഴ്മാടിന് സമീപത്തുള്ള സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ, ST സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ മാത്രമായിട്ട് ഇന്ന് 18 സിസ്റ്റേഴ്സിന് അവർക്ക് കോവിഡ്, കന്യാസ്ത്രീകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചതിനു ശേഷം കോവിഡ് സ്ഥിരീകരിച്ച സിസ്റ്റർ ക്ലെയറിൻ്റെ സമ്പർക്ക പട്ടികയിലുള്ളവരാണ് ഇവരുടെ ഈ 18 സിസ്റ്റേഴ്സിൻ്റെയും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പൊതുവിൽ മറ്റൊരു ആശങ്ക നേരിടുന്നത് ചെല്ലാനത്തെക്കുറിച്ചാണ്. ചെല്ലാനത്ത് കോവിഡ് കേസുകൾക്കൊപ്പം തന്നെ ചെല്ലാനം പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാകുന്നത് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം, അതോടൊപ്പം തന്നെ ഈ കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനം, ഇതിനെല്ലാം. അടുത്ത് നമുക്ക് മലപ്പുറം ജില്ലയിലേക്ക് കടക്കാം. മലപ്പുറം ജില്ലയിൽ 559 പേരാണ് ആകെ രോഗികളുള്ളത്. ഇന്ന് 61 രോഗികളാണുള്ളത്. നിരീക്ഷണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്. 39,398 പേരാണുള്ളത്. അതിൽ ആശുപത്രിയിൽ 708 പേരാണ് ആശുപത്രികളിലുള്ളത്. CV അനുമോദാണ് മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ്, മലപ്പുറം ജില്ലയിൽ സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്ന സ്ഥലങ്ങളുടെ എണ്ണം, ചില പ്രത്യേക പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ജില്ലയുടെ സാഹചര്യം? രോഗം സ്ഥിരീകരിച്ച 61-ൽ 29 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. അതിൽ തന്നെ 18 പേരുടെ ഉറവിടം വ്യക്തമല്ല. മലപ്പുറം ജില്ലയ്ക്ക് ഒട്ടും ആശ്വാസം നൽകുന്ന വിവരങ്ങളല്ല ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായവരിൽ മുൻപ് താനൂരിൽ രോഗം സ്ഥിരീകരിച്ച ആളിൽ നിന്നും 5 പേർക്ക് രോഗം പകർന്നതായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. 5 പേരാണ് അവിടെ താനൂർ മേഖലയിൽ രോഗബാധിതരായിട്ടുള്ളത്. ഉറവിടം അറിയാത്ത രോഗബാധിതർ 18 പേരാണ്. ഇതിൽ ഏറ്റവും അധികം ആശങ്ക നൽകുന്നത് നിലമ്പൂരിലെ മത്സ്യമാർക്കറ്റിലെ കാര്യങ്ങളാണ്. മത്സ്യമാർക്കറ്റിൽ ജോലി ചെയ്യുന്ന 5 പേർക്ക്, അത് നിലമ്പൂർ ചുങ്കത്തറ മേഖലയിലുള്ളവരാണ്, അവർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡ്രൈവർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് നിലമ്പൂരിൽ ആന്റിജൻ ടെസ്റ്റിൽ പോസിറ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ അതിന്റെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല. ഒപ്പം തന്നെ മലപ്പുറം, കൊണ്ടോട്ടി മത്സ്യ മാർക്കറ്റുകളിൽ ഓരോരുത്തർക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഉറവിടം വ്യക്തമല്ല എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയല്ല. ഒപ്പം തന്നെ ജില്ലാ അതിർത്തിയായ മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ തിരുവേഗപ്പുറ, പുലാമന്തോൾ മേഖലയിലെ പാലങ്ങൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. പട്ടാമ്പി ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യമുള്ളത്. മലപ്പുറത്തുള്ള വിവരങ്ങൾ നൽകിയത് അനുമോദാണ്. ഇനി അടുത്ത ജില്ലയിലേക്ക്, കണ്ണൂരിലേക്ക് കടക്കാം. കണ്ണൂരിൽ ആകെ 469 പേരാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് 57 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതോടെ ആകെ 15,769 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 463 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. കണ്ണൂരിൽ നിന്നും മനു ഭരത്താണ് ചേരുന്നത്. കണ്ണൂർ ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ 30 സൈനികർക്കാണ് അവിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. എന്താണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ? കിരൺ, കണ്ണൂർ ജില്ലയിൽ ഇന്ന് DSC ക്യാമ്പിലുള്ള 30 സൈനികർക്കാണ് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് വലിയ തോതിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ 5 പേർക്ക് സമ്പർക്കം മൂലം അസുഖം ബാധിച്ചിരിക്കുന്നു. ഇതുകൂടാതെ 4 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും ഒരു പ്രതീക്ഷ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് ഇത് പുറത്തു വരുന്നത്. ഏതായാലും ഈ കോവിഡ് രോഗികളുടെ എണ്ണം ഇന്ന് ഏറ്റവും അധികം കണ്ണൂർ ജില്ലയിൽ ഇന്ന് നാളിതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തൊരു ദിവസം കൂടിയാണ്. ഏതായാലും ഈ ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കർശനമായി പാലിക്കുന്നതിനായി വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡുകൾ രൂപീകരിക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. ഇത് തദ്ദേശ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന അധ്യാപകർ, അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ ഇതിൽ അംഗങ്ങളാകും. ഒപ്പം തന്നെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ SHOമാരും ഇതുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കും. മാത്രവുമല്ല, ഈ മാളുകളുടെ പ്രവർത്തനം, മത്സ്യമാർക്കറ്റിൻ്റെ പ്രവർത്തനം തുടങ്ങിയവയെല്ലാം കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനായി ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരുടെ കോളനികളിലേക്ക് പുറത്തുനിന്ന് ആളുകൾ വരുന്നതും
മറ്റും നിരീക്ഷിക്കാൻ ഈ അവിടുത്തെ പ്രൊമോട്ടർമാർക്കും നന്ദി മനു. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് മനു ഭരത്താണ്. അടുത്തത് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുന്നു. ആലപ്പുഴയിൽ 617 പേരാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് 46 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ നിരീക്ഷണത്തിലുള്ളത് 6521 പേർ. ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത് 698 പേരാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, ചേർത്തല താലൂക്കിലെ കണ്ടെയ്ൻമെന്റ് സോണായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയുടെ വടക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ രോഗബാധയെന്നും വരുന്നു. എന്താണ് ഈ ജില്ലയുടെ വടക്കൻ മേഖലയുടെ പ്രധാനപ്പെട്ട അവസ്ഥ? കിരൺ, ആദ്യഘട്ടങ്ങളിൽ തെക്കൻ മേഖലയിലായിരുന്നു കൂടുതൽ കേസുകളെങ്കിൽ അതെല്ലാം തന്നെ വിദേശത്ത് നിന്ന് വന്ന കേസുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വടക്കൻ മേഖലയാണ് പ്രധാനമായി പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ചെല്ലാനം ഹാർബറുമായി ബന്ധപ്പെട്ട് ഇടപഴകുന്ന ആളുകൾക്ക് കൂടുതലായി കോവിഡ്, മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലുള്ള ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം വന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ജനകീയ ലബോറട്ടറി, അതായത് തീരദേശത്ത് പ്രവർത്തിക്കുന്ന ജനകീയ ലബോറട്ടറിയിലെ റിസപ്ഷനിസ്റ്റിന് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 8 പേർക്കാണ് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ചെല്ലാനവുമായി ബന്ധപ്പെട്ട സീ ഫുഡ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. സീ ഫുഡ് ഫാക്ടറിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 41ഓളം കേസുകൾ ഉണ്ടായിരുന്നു. ഇന്നും അത് സംബന്ധിച്ച് കൂടുതൽ സമ്പർക്കത്തിലൂടെ കേസുകൾ വന്നിട്ടുണ്ട്. എന്തായാലും വടക്കൻ മേഖലയാണ് കൂടുതൽ പ്രശ്നം നിലനിൽക്കുന്നത് എങ്കിൽ പോലും ആറാട്ടുപുഴ അടക്കമുള്ള പ്രദേശങ്ങളിലും കായംകുളത്തും നിലവിൽ സാഹചര്യം അത്ര നല്ലതല്ല. നന്ദി ശരണ്യ. അടുത്തത് നമുക്ക് പാലക്കാട് ജില്ലയിലേക്ക് കടക്കാം. പാലക്കാട് ജില്ലയിൽ ആകെ 310 രോഗികൾ. ഇന്ന് 46 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നിരീക്ഷണത്തിലുള്ളത് 11,171 പേർ. ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത് 353 പേരാണ്. പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പട്ടാമ്പിയിൽ ആന്റിജൻ പരിശോധനയുടെ 100 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇത് ജില്ലയുടെ ആകെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഘടകമാണോ? പാലക്കാട് പട്ടാമ്പി തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. കാരണം ഇന്ന് 36 പേർക്ക് പട്ടാമ്പിയിൽ മാത്രം ആന്റിജൻ പരിശോധനയിലൂടെ 36 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 46 പേരിൽ 36 പേരും പട്ടാമ്പിയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും ആന്റിജൻ പരിശോധന തുടരും. ഇപ്പോൾ 4ാമത്തെ ദിവസമാണ് ഇന്ന് ആന്റിജൻ പരിശോധന നടക്കുന്നത്. ഇന്നത്തെ പരിശോധനാ ഫലം നാളെ മാത്രമേ ലഭിക്കൂ. നാളെ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകൂ. കഴിഞ്ഞ 3 ദിവസത്തെ പരിശോധനാ ഫലം വന്നതിൽ 120ഓളം പേർക്ക് പട്ടാമ്പിയിൽ മാത്രം രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഇത് ആശങ്കപ്പെടുത്തുന്നതാണ്. വരും ദിവസങ്ങളിലും ഈ മേഖലയിൽ പരിശോധന തുടരും എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നാളെ ഓങ്ങല്ലൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ആന്റിജൻ പരിശോധന നടക്കുക. പട്ടാമ്പി താലൂക്കിൽ, പട്ടാമ്പി നഗരസഭയ്ക്ക് പുറമെയുള്ള സമീപ പഞ്ചായത്തുകളിലെല്ലാം തന്നെ പരിശോധന വേഗത്തിലാക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ, ഇപ്പോൾ പട്ടാമ്പി മേഖലയിൽ രോഗം സ്ഥിരീകരിക്കുന്ന ആളുകളെ മാങ്ങോട് മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റുന്നത്. അവിടെ രോഗികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിലാണ് അടിയന്തരമായി പട്ടാമ്പി മേഖലയിൽ തന്നെ പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലും അതോടൊപ്പം തന്നെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ വേഗത്തിൽ തുടങ്ങാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള 2 ദിവസത്തിനകം തന്നെ ഇവിടുത്തെ പ്രാഥമിക ചികിത്സാ കേന്ദ്രം പ്രവർത്തന സജ്ജമാകും എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ജില്ലയിലേക്ക് കടക്കാം. കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ 405 പേരാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് 40 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നിരീക്ഷണത്തിലുള്ള ആകെ 5109 പേർ. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത് 373 പേരാണ്. കാസർഗോഡ് നിന്നും KV ബൈജു ആണ് നമുക്കൊപ്പം ചേരുന്നത്. ബൈജു, കാസർഗോഡ് ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗികളുടെ എണ്ണം കൂടുകയാണ്. ഇന്നുള്ള ഈ 40 പേരിൽ തന്നെ 37 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് കാസർഗോഡ് നിന്ന് മറ്റൊരു വാർത്ത, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുള്ളത്? ജില്ലയിൽ ഇന്ന് 37 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരിൽ 3 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 3 പേരുടെ ഉറവിടം വ്യക്തമല്ല. എന്തായാലും ജില്ലയിൽ 40 പേരാണ് ഇന്ന് ആകെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 37 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നത് വലിയ ഗൗരവതരം തന്നെയാണ്. എന്തായാലും ജില്ലയിൽ ആശങ്ക തുടരുന്നു എന്ന് തന്നെ വേണം പറയാൻ. 3 പേർ ഇന്ന് വിദേശത്ത് നിന്ന് എത്തിയവരും ഒരാൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. ജില്ലയിൽ ഇന്ന് 6 പേർക്കാണ് രോഗം ഭേദമായത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുമ്പള പഞ്ചായത്തിൽ ഇന്ന് 16 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു എന്നതാണ്. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമ്പർക്കത്തിലൂടെ ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചത് എന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും വലിയ ആശങ്ക തന്നെയാണ് ജില്ലയിൽ ഉയർത്തുന്നത്. ഇതിനിടയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു.
രാമണേശ്വരം തണ്ണൂട്ട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതുപോലെ തന്നെ ഇയാളുമായി സമ്പർക്കത്തിലേർപ്പെട്ട അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ 20ഓളം പേർ നിരീക്ഷണത്തിലാണ്. അജാനൂർ പഞ്ചായത്ത് ഓഫീസ് അടച്ചിട്ടുമുണ്ട്. എന്തായാലും നന്ദി ബൈജു. നമുക്ക് അടുത്ത ജില്ലയിലേക്ക് കടക്കാം. പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിലാകെ 480 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് 40 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ നിരീക്ഷണത്തിലുള്ളത് 4963 പേരാണ്. അതിൽ 440 പേർ ആശുപത്രിയിലാണ് നിരീക്ഷണത്തിലുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശശി, പത്തനംതിട്ടയിൽ ഇന്നലെ 3 പോസിറ്റീവ് കേസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് 40 ഉയർന്നു. അതോടൊപ്പം തന്നെ ആകെ അവിടുത്തെ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണവും ഓരോ ദിവസവും കൂടുകയാണ്. എന്താണ് ജില്ലയിലെ ഒരു പൊതു അവസ്ഥ? കിരൺ, പത്തനംതിട്ട ജില്ലയിൽ ആശങ്ക തുടരുകയാണ്. ഇന്ന് 40 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 21 പേർക്ക് സമ്പർക്കത്തിലൂടെയുള്ള രോഗമാണ് ഉണ്ടായത്. 9 പേർ വിദേശത്ത് നിന്ന് എത്തിയവരാണ്. 10 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലെത്തിയവരാണ്. ജില്ലയില് കുമ്പഴയാണ് ലാർജ് ക്ലസ്റ്ററായി തുടരുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത്. 182 പേർക്കാണ് ഈ കുമ്പഴയിൽ നിന്ന് മാത്രം രോഗമുണ്ടായിരിക്കുന്നത്. ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വാർഡുകളിലേക്കും ഇവിടെ നിന്നും രോഗവ്യാപനം ഉണ്ടായത് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മന്ത്രി കെ രാജു ഇത് വീഡിയോ കോൺഫറൻസിലൂടെ ജില്ലാ കളക്ടർക്കും അതുപോലെ ആരോഗ്യവകുപ്പിനും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ശക്തമാക്കാനും ആരോഗ്യവകുപ്പിന്റെ പരിശോധന ശക്തമാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശശിനാരായണൻ, ഇനി കോഴിക്കോട് ജില്ലയാണ്. ഇവിടെ ആകെ 441 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് 39 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് നിരീക്ഷണത്തിലാകെ ഉള്ളത് 12,119 പേർ. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത് 531 പേരാണ്. കോഴിക്കോട് നിന്നും എസ് വിനേഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. കോഴിക്കോട് സമ്പർക്ക കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വിനേഷ്, അപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കാണോ ജില്ലാ ഭരണകൂടം പോകുന്നത്? കോഴിക്കോട് ഇന്നുണ്ടായിരിക്കുന്ന 39 കേസിൽ 30 കേസുകളും സമ്പർക്കത്തിലൂടെ ഉള്ളത് എന്നതാണ് ഏറെ ഗൗരവമായി കാണേണ്ടത്. ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് ഈ കോവിഡ് ബാധിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ മാസം 8-ന് വിവാഹം കഴിഞ്ഞ ബീച്ച് ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി വിവാഹത്തിലും മറ്റും പങ്കെടുത്ത ഉൾപ്പെടെ 70ഓളം പേർക്ക് ഈ അദ്ദേഹവുമായി സമ്പർക്കമുണ്ടായിട്ടുണ്ട്. ഇവരോടെല്ലാം തന്നെ ക്വാറന്റൈനിൽ പോകാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ കോളേജിലെ ഒരു നഴ്സിന് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചിരുന്നു. ഒപ്പം തന്നെ ഒളവണ്ണ പഞ്ചായത്തിൽ വരുന്ന ഒളവണ്ണയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിക്കും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരിക്കും കോവിഡ് പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സമ്പർക്ക കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ സമൂഹവ്യാപനം ഇല്ല എന്ന് തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നത്. നിലവിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ 5 കേസുകളാണ് ഇതുവരെയുള്ളത്. തുണേരിയിൽ 8-ഉം ഏറാമലയിൽ 8-ഉം. നമുക്ക് അടുത്ത ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്ത് കോട്ടയം ജില്ലയാണ്. കോട്ടയത്ത് 298 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് മാത്രം 39 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ നിരീക്ഷണത്തിലുള്ളത് 9150 പേരും ആശുപത്രിയിൽ 262 പേരുമാണുള്ളത്. കോട്ടയത്ത് നിന്നും ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ചങ്ങനാശ്ശേരി മാർക്കറ്റ് കേന്ദ്രീകരിച്ച് പോസിറ്റീവ് കേസുകൾ വളരെ കൂടുകയാണല്ലോ. ഇതുവരെ 45 പേർക്കല്ലേ പോസിറ്റീവ് കേസുകൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ഏതെങ്കിലും തരത്തിൽ ജില്ലയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഘടകമാണോ? കിരൺ ബാബു, തീർച്ചയായും മറ്റ് ജില്ലകളെ പോലെ തന്നെ കോട്ടയത്ത് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ്. ഇന്ന് മാത്രം 16 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ 45 പേർക്ക് ഇവിടെ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവിടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് കടകൾ പ്രവർത്തിക്കുക. രാത്രി 8 മണി വരെ പാഴ്സലുകൾ നൽകാനും ഭക്ഷണ കടകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചിങ്ങവനത്തെ രോഗം സ്ഥിരീകരിച്ച രോഗിയിൽ നിന്ന് 6 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടുണ്ട്. ഇന്ന് സ്ഥിരീകരിച്ച 39 പേരിൽ 35-ഉം സമ്പർക്കത്തിലൂടെ രോഗവ്യാപനമാണ് എന്നതാണ് വലിയ ആശങ്ക ഉയർത്തുന്ന ഘടകം. പാറത്തോടാണ് മറ്റ് 4 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ച ഒരു സ്ഥിതിവിശേഷമുള്ളത്. എന്തായാലും ജില്ലയിൽ ആശങ്ക കൂടുന്നു. കൂടുതൽ സ്ഥലങ്ങളിൽ രോഗവ്യാപനം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. എന്തായാലും കൂടുതൽ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാനും ആന്റിജൻ പരിശോധന വ്യാപകമാക്കാനുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. അടുത്തത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ ആകെ 315 രോഗികളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ഇന്ന് മാത്രം 19 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നിരീക്ഷണത്തിലാകെയുള്ളത് 13,977 പേരാണ്. ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഏതെങ്കിലും ചില പ്രത്യേക പ്രദേശങ്ങളിൽ നിന്നാണോ ഈ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്? അത്തരത്തിൽ ഏതെല്ലാം പ്രദേശങ്ങളാണ് ഇത്തരത്തിൽ രോഗം കൂടുതലായി സ്ഥിരീകരിക്കുന്നത്?
കിരൺ, 19 പേർക്ക് കൂടിയാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 9 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ട്. 19 പേരിൽ 11 പേരും ഇരിങ്ങാലക്കുട സ്വദേശികളാണ് എന്നതാണ് ആശങ്കാജനകമായിരിക്കുന്നത്. ഒപ്പം തന്നെ KLF ക്ലസ്റ്ററിൽ നിന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച ഇരിങ്ങാലക്കുട സ്വദേശി, എറണാകുളത്ത് നിന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച പടിയൂർ സ്വദേശി, ITBP ക്യാമ്പിൽ നിന്ന് യാത്ര ചെയ്തു വന്ന ചാവക്കാട് സ്വദേശി, ഒപ്പം തന്നെ KSCയിൽ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച ഇരിങ്ങാലക്കുട സ്വദേശികൾ. ഇവർ 51, 18, 16 വയസ്സുള്ള പെൺകുട്ടി, 26, 42 വയസ്സുള്ള സ്ത്രീയും പുരുഷനും ഉൾപ്പെടെയുള്ളവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകൾ പുതുക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്തത് വയനാട് ജില്ലയാണ്. വയനാട് ആകെ 183 രോഗികൾ. ഇന്ന് മാത്രം 17 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നിരീക്ഷണത്തിൽ ആകെയുള്ളത് 3073 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. വയനാട് നിന്നും രതീഷ് വാസുദേവനാണ് നമുക്കൊപ്പം ചേരുന്നത്. രതീഷ്, അവിടെ ആരോഗ്യ പ്രവർത്തകർക്കടക്കം ഇന്ന് രോഗം സ്ഥിരീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ജില്ലയിലെ കോവിഡ് രോഗികളുടെ കണക്കും കൂടി വരികയാണ്. എന്താണ് ജില്ലയുടെ പൊതുവായ അവസ്ഥ? വയനാട് ജില്ലയിൽ ആശങ്ക തുടരുക തന്നെയാണ്. കൂടുതൽ രോഗബാധിതർ ഓരോ ദിനവും ഉണ്ടാവുന്നു. അതുപോലെ തന്നെ സമ്പർക്കവും രോഗങ്ങൾ ഉണ്ടാവുന്നു. ഇന്ന് 3 സമ്പർക്ക രോഗികളാണ് ഉണ്ടായിട്ടുള്ളത്. തൊണ്ടർനാട് സ്വദേശിയായ ആളുടെ സമ്പർക്കത്തിലുള്ള 6 വയസ്സുകാരൻ, അതുപോലെ തന്നെ 22ഉം 25ഉം വയസ്സുള്ള 2 യുവതികൾ എന്നിവർക്കാണ് രോഗബാധയുണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലാ ആശുപത്രിയിലെ ആരോഗ്യപ്രവർത്തകയായ 30കാരിക്ക്, സ്റ്റാഫ് നഴ്സായ 30കാരിക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. ഇത് ഏറെ ഗൗരവത്തോടെയാണ് ജില്ലാ ഭരണകൂടം കാണുന്നത്. അത്തരത്തിലുള്ള കൃത്യമായ നിരീക്ഷണവും സമ്പർക്ക പട്ടികയും തയ്യാറാക്കി അവരെ ആ രീതിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിലേക്ക് എത്തുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്കുമായി എത്തുന്ന ലോറി ഡ്രൈവർമാർക്ക് താമസിക്കാനും വിശ്രമിക്കാനുള്ള ഇടം ഒരുക്കുന്നു ജില്ലാ ഭരണകൂടം എന്നതാണ്. കാരണം ഈ ഡ്രൈവർമാരുമായി ഇനി നമുക്ക് ഇടുക്കി ജില്ലയിലേക്കാണ് പോകേണ്ടത്. ഇന്ന് ആകെ ഈ കോവിഡ് ജില്ലാ റിപ്പോർട്ടിൽ ഏക ആശ്വാസത്തിന്റെ വാർത്തയുള്ളത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ഇടുക്കിയിൽ ഇന്ന് പുതുതായി ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. അതൊരു വലിയ ആശ്വാസ വാർത്ത തന്നെയാണ്. എന്നാൽ അവിടെ ആകെ നിരീക്ഷണത്തിലുള്ളത് 5496 പേരാണ്. ഇതിൽ ആശുപത്രിയിൽ 278 പേരും വീടുകളിൽ 5218 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് ആകെ കോവിഡ് കണക്കുകൾ കേൾക്കുമ്പോൾ ഇതുവരെ നമ്മൾ പുലർത്തിയ ജാഗ്രത കൂടുതൽ ശക്തമായി ഒരുമിച്ച് ജാഗ്രത പുലർത്തേണ്ട എന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കോവിഡ് കണക്കുകൾ. ജില്ലാ റിപ്പോർട്ട് ഇതോടുകൂടി പൂർത്തിയാവുന്നു.